2 ബ്ലാക്ക് 2 ഡോട്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മുന്നിൽ ഇങ്ങനെ മനോഹരമായ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇതാ ഞങ്ങള് നേരത്തെ കണ്ട വെട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി. അതെ, ഞങ്ങളിപ്പോ അത് കഴിഞ്ഞൊരു മഴയും പെയ്തു. കാരണം ഞങ്ങൾ അതിന് കുറെ താഴെ എത്തിയ ശേഷമാണ് ഞങ്ങൾക്ക് പിന്നെ ഫോൺ എടുക്കാൻ പറ്റിയത്. അപ്പം ഇവിടെ നിന്നാണ് അടുത്ത വഴി. ഇതിപ്പോൾ കുറേ വഴി വന്നു. മഴ ഇല്ലെങ്കിൽ ഞാൻ ആ വഴിയെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് രണ്ടാമത്തെ പ്ലാന്റേഷൻ ഹൗസ് അത് കാണിച്ചു. ഇത് രണ്ടാമത്തെ പ്ലാന്റേഷൻ ഹൗസാണ്. ഒന്നാമത്തെ നമ്മൾ ആദ്യം വന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ, മൂന്നാമത്തെ. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 2 കിലോമീറ്ററോളം നമ്മൾ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചാണ് ഇപ്പോൾ അടുത്ത വഴിയിലോട്ട് പോകുന്നത്. ഞാൻ താഴെ നിന്ന് എടുക്കാം, ഞാൻ നിർത്തിക്ക് ചെറിയൊരു കോൺക്രീറ്റ് റോഡൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് ചില വഴി കൂടെ എല്ലാം പോകാൻ പറ്റും. പക്ഷെ ചില സ്ഥലത്തൊക്കെ റോഡ് പറ്റ മോശമാണ്, സ്കിഡാകുന്നുണ്ട് ഈ കോൺക്രീറ്റ്. അതാണ് വണ്ടി പിന്നെ ഇതായതുകൊണ്ട് കുഴപ്പമില്ല അധികം. അതെ, എന്നാലും ഇത് കുറച്ച് സീനാണ്. കുഴപ്പമില്ല, നമ്മളെ രക്ഷപ്പെട്ടു. ഇതാടാ ചെറിയ കമ്പ്. അവിടെ കുറച്ച് നീ കെയർഫുള്ളായിട്ട് പോണേ. ചിലപ്പോൾ ബ്രേക്ക് തെറ്റാ. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. നമ്മൾ ഫാം ഹൗസ് ഒന്ന് കറങ്ങി നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പൊ ഒരു തോട് പോലത്തെ വഴിയുണ്ട്, മേലോട്ട് വഴി ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടം വരെ ഉണ്ടെന്ന്. കാരണം ഞങ്ങളിപ്പോ ഇവിടുന്ന് അടുത്തൊരു വഴിയിലോട്ട് തിരിച്ചു പോയാലോ എന്നാണ് ആലോചിക്കുന്നത്. എന്നാ ചെയ്യാ, എന്ത് ചെയ്യും? പണ്ടെങ്ങാണ്ട് വന്നൊരു ഓർമ്മയിലാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. ഓക്കെ, കുറച്ച് നടന്ന് നോക്കാൻ കരുതി. എങ്ങനെ അറിയത്തില്ല, അതാ പ്രശ്നം. ഈ റോഡിലൂടെയൊക്കെ വണ്ടി കേറും. പക്ഷെ മോനെ അങ്ങ് അവിടേക്കെല്ലാം നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം. പക്ഷെ ചില ദൂരെയാണ്, അത്ര ക്ലിയർ അല്ലല്ലേ. എവിടെ അല്ല പുലിയും കടുവൊക്കെ ഉണ്ടോ അവിടെ? കശപ്പുള്ള പുലിയായിരിക്കും. മാത്രമല്ല കല്ല് കിട്ടുന്ന വിചാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയാ ബ്രാഞ്ച്? ഇത് സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര. സ്റ്റേറ്റ് പറഞ്ഞാൽ നമ്മൾ ഗോവ മഹാരാഷ്ട്ര ബോർഡർ വെരടി എന്ന് പറയും.
നമ്മുടെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു ഫാമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റും. അറിയാത്തൊരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റുമല്ലോ. കിടിലം കാടൊക്കെ കേട്ടോ അവിടെ. നമുക്കിനി ഇവിടെ നിന്ന് വേറൊരു വഴിയിലോട്ട് പോയി കാണിക്കാം. തിരിച്ച് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു വഴിയിലോട്ട്. പറഞ്ഞല്ല വളരെ ഡേഞ്ചറസ് ആണ് ഈ റോഡ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ചാടല്ലെന്ന് ഞാൻ വിചാരിച്ചാൽ മതി, വണ്ടിയുടെ വിചാരിക്കണ്ടേ. എടാ ഞാൻ ചടിക്കും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഈ മലയുടെ ഏതോ ഒരു മുകളിലുള്ള വഴിയൊന്നും അറിയാൻ മേല. പുറകെ ഫുള്ള് റബ്ബറാണ്, എപ്പോഴത്തെ നോക്കിയാലും റബ്ബറോട് റബ്ബർ അല്ലോ, ഷീറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് റബ്ബറാണ്. അപ്പോൾ അല്ലോ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ലൈവാണ്. എന്ത് ഡി സി എന്ത് പറയുന്നു? ലൈവാണോ? സംഭവം എന്നാ വെച്ചാൽ വഴി അറിയില്ല, ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ടേന്നോ എന്നെ സംഭവമെന്നോ പോലും അറിയില്ല. അതെ, നമ്മൾ കുറേ നേരമായി. നമ്മൾ എത്ര നേരം ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്? അതെ, ഒരു അരമുക്കാൽ മണിക്കൂറായി ഇങ്ങനെ. മഴയാണ്, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഫുള്ള് മഴയാണ്, തലയൊക്കെ ഫുള്ള് നനഞ്ഞ് അലമ്പായി. പക്ഷെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഐഡിയ ഇല്ല. അങ്ങോട്ട് വഴിയുണ്ട്, ഇത് ഇവിടെ വഴിയുണ്ട്, അങ്ങോട്ട് നോക്കിയത് അവിടെ വഴിയുണ്ട്. എങ്ങോട്ടാ പോകേണ്ടത് ഒരു പിടുത്തം ആരും ചോദിക്കാനില്ല. അല്ല അതെ, ഗൂഗിൾ മാപ്പ് ഇടാ, റേഞ്ചും ഇല്ല. എല്ലാരും പറയും വന്ന വഴി മറക്കല്ലേ, വന്ന വഴി മറക്കല്ലേ. മറന്നു, നമ്മൾ വന്ന വഴി മറന്നു. ഇനി നമ്മളെങ്ങനെ പോവാ? അതെ, നമുക്ക് അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നു കേട്ടത്. ഏകദേശം ആ ഒരു സ്ഥലത്തായിട്ട് ഒരു ചെക്ക് ഡാം, വെള്ളം കാണേണ്ട തരത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എങ്ങനെ വെള്ളം ഉണ്ടോ. അവിടെ കൂടെ നോക്കിയിട്ട് വേറെ എന്തെങ്കിലും സ്പോട്ട് ഉണ്ടോയെന്നോ. ഇതിന് മുകളിലൊരു ഫാം ഹൗസ് ഉണ്ടെന്ന് ഇവരിങ്ങനെ നമ്മുടെ മാപ്പിൽ കണ്ടത്, അത് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. കണ്ടുപിടിക്കും നമ്മൾ കണ്ടുപിടിക്കുമല്ലേ, കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കാണിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തു. ഹലോ, വണ്ടീൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മക്കളെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ റോയൽ എൻഫീൽഡിൻ്റെ റോയൽ ഉണ്ടല്ലോ, ഒരു രാജകീയത്വം അതവൻ കാണിക്കുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ ഈ കാരണം വെച്ചാൽ നമ്മൾ 2 പുഴ കടന്നിപ്പം കുറേ ഓഫ് റോഡ് കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പൊക്കെ അത്യാവശ്യം നല്ല റോഡാണ്, ഇതിൽ നല്ല റോഡുകളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു നല്ല കട്ടകൾ, കല്ല് പൊട്ടി കിടക്കുന്ന കോൺക്രീറ്റ് പീസ് എല്ലാം കയറി വന്നു കേട്ടോ. ഒരു പ്രശ്നമില്ല. ഒരിക്കലും ഓഫായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ആക്സിലേറ്റർ കൊടുത്തപ്പോൾ നല്ല റൈസായിപ്പോയി. അങ്ങനെ ഓഫാക്കി എടുക്കണ്ട. അല്ലാണ്ട് അവൻ ഒരു നിൽക്കലോ പിടിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല നൈസായിട്ട് തന്നെ പോയിക്കൊണ്ടുണ്ട്. അപ്പോൾ വണ്ടീൻ്റെ കാര്യത്തിൽ ഇത് കൂടി ടെറൈനിലൊക്കെ പറ്റിയത് ഇത് കൂട്ട് വണ്ടി ഓഫ് റോഡിൽ വരുന്ന എക്സ്പൾസ്, ഹിമാലയ പോലത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഉണ്ടാവും. നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാണ്ടുള്ള വണ്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും, ഒക്കെ ആവും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഹൗസിലെത്തിയിട്ട് ഉള്ള ഷോർട്സ് നിങ്ങളെ കാണിച്ചിരിക്കും. നമുക്കറിയത്തില്ല എവിടെയാണ്, എന്തായാലും നമുക്ക് വേണ്ടി നമ്മളത് കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഗൈസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൽ ഇവർക്ക് കൃഷി ആവശ്യത്തിനായിട്ടുള്ള വെള്ളമൊക്കെ സംഭരിക്കുന്ന ഒരു ഡാം. ഇത് ഇവർ തന്നെ കെട്ടിയ ഡാമാണെന്നാണ് ചോദിച്ച മനസ്സിൽ. ഏകദേശം വലിയ ആഴമൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചേട്ടനൊക്കെ ഇതിനകത്ത് ഇറങ്ങി കുളിച്ചതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് വന്നപ്പോൾ. ഇപ്പോൾ അവനിവിടെ ഇല്ല, അവന് വീട് കാണുന്നുണ്ട്, അവന് ഓർമ്മയുണ്ട് അതിനകത്ത് ഇറങ്ങി കുളിച്ചും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇവിടെ നിന്നെല്ലാം നീന്തി നല്ല വൈബായിരുന്നു. അതിലൂടെ വഴിയൊക്കെ ഉണ്ട്. ഇത് വെച്ചാൽ മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടില്ല. ഇവിടെ റബ്ബറിന് മരുന്നടിക്കാനുണ്ടാവും, അത് ഇത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാനും കുടിക്കാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു സോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബിൽഡ് ചെയ്താണ് ഈ ഒരു ഡാം. നിങ്ങൾ ശരിക്കും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് സ്വന്തമായിട്ടൊരു ഡാമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ലേ DC, എങ്ങനെയുണ്ട് ഡാം? എങ്ങനെയുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വൈകുന്നേരം പറ്റിയാൽ നമ്മൾ അതിനകത്ത് ഇറങ്ങി കുളിക്കാനൊരു ചാൻസ് ഉണ്ട്. നോക്കട്ടെ, പറ്റിയ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടേ ഉള്ളൂ. എല്ലാവരും ചോദിക്കും, പണിക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് പറ്റിയ നമ്മൾ ഇറങ്ങി ഇതിനകത്ത് കുളിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വഴി ചോദിക്കാൻ 2 പേരെ കണ്ടിട്ടുണ്ട്. എനിക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഇങ്ങോട്ടാ പോകേണ്ടതെന്നൊക്കെ. എനിക്ക് അറിയത്തില്ല, മലയാളീസ് ആണ് അടുത്തൊക്കെ ചോദിച്ചു നോക്കാം. ഇവിടെ നേരെ പോയാൽ പോരെ? ആ ആയിക്കോട്ടെ. ഇറങ്ങണോ? നിക്ക് ഞാൻ തള്ള കാലിട്ടിയോ? പപ്പട പൊള്ളല്ലേ പൊള്ളിട്ടുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നെ ടയറൊക്കെ നോക്കിയേ, പുതിയ ടയറാ പൊന്നെ. ഗൈസ് ഈ ഒരു വഴി ഭയങ്കര സീനായിരുന്നു കേട്ടോ. അതെ ഈ മണ്ടക്കോട്ട് ഇതിൽ സീനാണ്. ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ട് നമുക്ക് 2 ചേട്ടന്മാരെ കിട്ടുന്നു കേട്ടോ. കന്യാകുമാരി അല്ലേ? കന്യാകുമാരി എന്നുള്ളതെന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു ഇവിടെ വണ്ടി വെച്ച് പോകുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന്. ഇനി ഞങ്ങൾ കാൽവഴി വണ്ടി ഇവിടെ വെക്കുക, വണ്ടി ഇവിടെ വെക്കുവാണ്. ഇവിടെ ആരും വരാനൊന്നുമില്ല. ഇവിടെ വണ്ടി വെക്കാം, നടന്നു പോവാം. അപ്പോൾ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയില്ല, 10 മിനിറ്റോളം ആയി, എത്തിയിട്ടില്ല. ഇനി എത്താനുണ്ട്. നമ്മുടെ മുന്നേ പോയ ചേട്ടന്മാർ അത് അവിടെ കണ്ടോ, അവിടെ കയറിക്കൊണ്ടിരിക്കുക. അവരെനിക്ക് തോന്നുന്നു പാലെടുക്കാൻ പോകുന്നതാ. അവിടെ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പണിക്കാരാ പാലെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എങ്ങാണ്ട് വെട്ടിയതാണ്, പാലെടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ചിക്ക് അവർ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ആരും അറിയുന്നില്ല നാട്ടിൽ അവരെന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. നാട്ടിലുള്ള ആർക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്നുകൊണ്ട് നമുക്ക് മനസ്സിലായില്ലടാ എന്തോരം കയറ്റം അവർക്ക് കയറാനുള്ളത്. എൻ്റെ ഒരു രക്ഷയില്ല വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് ഇതൊക്കെ കയറ്റം ഈ ഒരു ലെവലിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് കയറിക്ക് കണ്ടോ, ഈ ഒരു ലെവലിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കുറേ നേരമുണ്ട്. നമ്മൾ വന്ന വഴി നമ്മുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളവ് കഴിഞ്ഞ് ആ വളവെത്തി അവിടെ ഒരു ഏരിയയിലാണ് വണ്ടി. നമ്മളിങ്ങനെ കറങ്ങി കയറി വന്നാൽ. നമുക്കിനി ബാക്കിയുള്ള വിഷ്വൽസ് ഒന്നും അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ ശരി, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. നമ്മളെത്തി അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട്. മടുത്തു കണ്ടോ, നമ്മളവിടെ എത്തി. അമ്പേ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. ഇവിടെ നോക്കിയാൽ ഈ ഫാം ഫുള്ളായിട്ട് നമുക്ക് കാണാം. അമ്മേ
മടുത്തു. ഇവിടെ സെക്യൂരിറ്റി ആയിട്ട് ഒരു പട്ടിയുണ്ട്, കണ്ടിട്ട് ഭയങ്കര പാവാൻ തോന്നുന്നേ. കാര്യത്തിൽ എന്നാണ് അമ്മേ കണ്ടോ, ഇതാണ് ഫാം ഹൗസ്. റേഞ്ചില്ല, സിഗ്നലില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവിടെ ആൾക്കാർ കണ്ടോ. ആ ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം നിന്നില്ലായിരുന്നു ആദ്യം, അതവിടെയാ. ഗൈസ്, അങ്ങനെ നിങ്ങളെ കാണിക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി മാത്രമാണ് ഇത്ര കിലോമീറ്റർ നമ്മൾ ഓടി, ഇത്ര കഷ്ടപ്പെട്ട് റോഡിൽ കൂടെ എല്ലാം വന്നേ. കണ്ടോ, ഇത് കണ്ടോ, എത്രത്തോളം മൊബൈലിൽ ക്ലിയർ ആവുന്ന ഒരു പിടുത്തമില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ ഇച്ചിരി മഴ പെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കോഡ് ഇറങ്ങിയിട്ടുണ്ടല്ലോടാ, അത്യാവശ്യം നല്ല കോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഈ പ്ലാന്റേഷൻ്റെ ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ. ആ ഒരു മല തൊട്ട് ഇങ്ങനെ കറങ്ങി ഇത് ഫുള്ള് കയറി ഇതിൻ്റെ അപ്പുറത്തെ ചെരുവ്, അത് കഴിഞ്ഞ് അവിടെ ഒരു മല, ആ കാണുന്ന ഒരു ഇടുപ്പുണ്ടല്ലോ അവിടെ വരെ ഈ ജയ് പ്ലാന്റേഷൻ്റെ ഒരു പ്ലോട്ടുള്ള. അല്ലേ, അതെ, ഫോണിൽ എത്ര ക്ലിയർ ആവുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ വന്ന ഫസ്റ്റ് ആദ്യം വന്ന് കയറിയ ഒരു വീടെന്ന് പറയുന്നത്, ഞാൻ സൂമായി കാണിച്ചു തരാം. ഈ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയത്തില്ല, ഇതുണ്ട്. ഈ ഒരു സ്പോട്ടിലാണ് നമ്മൾ ആദ്യം വന്ന് കയറി നിന്നേ. നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ടൊരു പട്ടിയുണ്ടെന്നൊക്കെ പറഞ്ഞ സ്ഥലം, അതാണത്, ആ ഒരു സ്ഥലം. അവിടുന്ന് നമ്മൾ അയക്കണം. അവിടുന്ന് ഇറങ്ങി താഴെ ഇറങ്ങി അത്ര കിലോമീറ്റർ ഓടി പകുതി വണ്ടി വെച്ച് നമ്മളൊരു അരമണിക്കൂർ നടന്ന് ഇവിടെ എത്തിയപ്പോൾ കണ്ടത് ഇങ്ങനെ എന്ത് പറ്റിയെന്നൊക്കെ. അപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് കുറച്ചിങ്ങോട്ട് എത്തി. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളാണ്, ഫുൾ തോട്ടങ്ങൾ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഓൾമോസ്റ്റ് നല്ല ഹൈറ്റിലുള്ള നമ്മൾ വന്ന വീടൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വീട് നമുക്ക് വന്നേ. അയ്യോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടെ പോയിട്ട് മുന്നോട്ട് പോയി നോക്കാം. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയോ നേരത്തെ രാവിലെ എത്ര മണിക്ക് തുടങ്ങിയതാടാ? രാവിലെ 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 1:45 ആയല്ലേ? 2 മണിയായോ? ഓക്കെ, 2 മണിയായി. 2 മണിയായപ്പോൾ നമ്മൾ കണ്ട കാഴ്ച കണ്ടോ. ക്യാമറ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ മേല, എന്നാലും കാണിച്ചു തരാം. ആ കാണുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ആദ്യം വന്ന് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത്. അവിടെ ഒരു പശുക്കൂട്ടത്തിനൊക്കെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പശുവിനെ എനിക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതായിരിക്കുന്നത് പശുവിൻ്റെ കൂട്ടമാണ്. അവിടെ ഒരു ആ ഗ്രൗണ്ടിൽ പശുവുണ്ട്. എങ്ങനെയാണെന്നോ ഇപ്പോഴൊന്നും മൊബൈലിൽ എത്ര കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല, ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. എന്നാലും നമ്മൾ മാക്സിമം കാണിക്കാൻ നോക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഉള്ളൊരു വ്യൂ പോയിൻ്റ്, കണ്ടോ. നടന്നു വരുന്ന വഴിക്ക് ഒരു പൂ കണ്ടു ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളിപ്പം ഇവിടെ നീലക്കുറിഞ്ഞൊക്കെ പൂത്ത സമയാന്നൊക്കെ അറിയത്തില്ല. ഇത് നീലക്കുറിഞ്ഞാണോ ഇതിന്റെ പൂ കാണിച്ചു നോക്കടാ. ഇതിന്റെ പൂ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫുള്ള് ഈ ഏരിയ ഫുള്ളുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പം ഇതെന്നാന്നറിയുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്ക്, നമുക്കൊന്ന് അറിയാനാ. കണ്ടോ, ഇനിയിപ്പോൾ നീലക്കുറിഞ്ഞി വല്ല ആന്നോ? അല്ലല്ലേ. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വിഷ്വൽ ബ്യൂട്ടി. TC, ഇപ്പൊ നിനക്ക് നിന്റെ മൈൻഡിൽ ഇപ്പൊ എന്നാ തോന്നുന്നേ? സമയം കിട്ടുകയാണെങ്കിൽ ഒരു 10 ദിവസം നമ്മുടെ തിരക്കിനെല്ലാം മാറി ഇങ്ങനെ നമ്മളൊന്ന് എൻജോയ് ചെയ്യണം അല്ലേ? സത്യം, അതെ. അപ്പൊ മെയിനായിട്ട് ഈ ടൈറ്റ് ഷെഡ്യൂളൊക്കെ ഉള്ള ഒരാൾക്കാരല്ലേ, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആകാൻ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഈ സ്ഥലം നീ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. നമ്മുടെ സിറ്റി ലൈഫിലെ ടെൻഷൻ അതെല്ലാം മാറി. അതെ, കിടിലനായിട്ടൊരു സ്ഥലം. നമുക്ക് വേറെ ആരും പേടിക്കാനില്ല, നാട്ടുകാരെ നോക്കാനില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അത് നമ്മൾ മാത്രം. നമ്മൾ ആരുടെ കൊടുത്ത് വരുന്നു അവരും നമ്മൾ മാത്രം. പിന്നെ ഇവിടുത്തെ പണിക്കാരുണ്ട്, അവരൊരു കുഴപ്പമില്ല, പണിക്കാരാണ്, അവരവരുടെ പണിയെടുത്ത് നമ്മൾ പണി. നമ്മൾ ഇങ്ങനെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു മാന്യത കീപ്പ് ചെയ്യണം. അതായത് അവിടെ അലമ്പാക്കാനോ അല്ലെങ്കിൽ ഒച്ച ഉണ്ടാക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ വേസ്റ്റ് കൊണ്ടിടാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നമ്മൾ നമ്മുടേതായ കാര്യം ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നുള്ളൊരു സംഭവമുള്ളൂ. പക്ഷേ ഇതൊക്കെ ഏറ്റവും മിസ്സായിരിക്കുന്ന ജിസ്സിനും സാവു ചേട്ടനോ കേട്ടോ.
മാക്സിമം പറഞ്ഞു നോക്കി ജിസിനോടൊക്കെ കേട്ടെ. അതെ, അവിടെ ജിസ്റ്റേട്ടാണെങ്കിൽ നമ്മൾ മനപ്പൂർവ്വം കാലെ പിടിച്ച് പറഞ്ഞു ഇങ്ങനെ ട്രിപ്പ് പോകുന്നുണ്ട്, വരണം, നമുക്ക് ഭയങ്കര മെമ്മറീസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജിസ്റ്റേട്ടയ്ക്ക് വർക്കിനോടുള്ളൊരു ഇതല്ലേ, പണി, ആത്മാർത്ഥത കൂടിയിരിക്കുന്നതല്ല, അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷ്വൽ കാര്യങ്ങൾ. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു പോകും. ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം കുറേ ആയി, താഴെ എത്തുന്നതും കുറേ ലേറ്റ് ആവും. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പണി. നമുക്ക് നാളെ രാവിലെ ഇവിടുന്ന് തിരിക്കാനുള്ളത്. നമ്മൾ രാവിലെ 3 മണിയാകുമ്പം തിരിച്ച് ഗോവയ്ക്ക് വരുവാണ്, കേരളത്തിലോട്ട് വരുവാണല്ലേ. അതും ബൈക്കിൽ. അതെ, നമ്മൾ ബൈക്ക് എടുത്തിട്ടാണ് കേരളത്തിലോട്ട് വരുന്നത്. രാവിലെ 3 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഓൾമോസ്റ്റ് ഒരു വൈകുന്നേരം 3-4 മണിയാവും അല്ലേ. 4 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. പറ്റില്ല, അതിൻ്റെ അപ്ഡേറ്റ്സ് ഞങ്ങൾ ഇടുന്നത്. അത് പോകുന്ന വഴിക്കുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡ് അപ്പോൾ ഇതോടുകൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങ് വൈൻഡപ്പ് ചെയ്യുന്നു. അതെ, ഇഷ്ടപ്പെട്ട ഫൈനൽ പാർട്ടാണ്. അതെ, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ടാറ്റാ.